ഞാൻ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ ജോലി ചെയ്യുന്നത് KSEBിയിലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഹെൽമെറ്റാണ് ഞാൻ ഉപയോഗിക്കാറ്. എപ്പോഴും വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ എൻ്റെ കണ്ണിലേക്ക് പക്കി അടിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രാവശ്യം അതിൻ്റെ കൊമ്പിരുന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. പിന്നെ അതേപോലെ തന്നെ 2-3 പ്രാവശ്യം അങ്ങനെ അടിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ കണ്ണിൽ വലത്തെ കണ്ണ് അതിൻ്റെ കൊമ്പിരുന്ന് അതിൽ ഇൻഫെക്ഷനായി തിമിരമായി ആ കണ്ണിന് കാഴ്ചയില്ലാതായി. അങ്ങനെ എൻ്റെ ജോലി ഒത്തിരി തടസ്സങ്ങളും എനിക്കുണ്ടായി. എങ്കിലും 5 വർഷത്തോളമായി കാഴ്ചയില്ലാതെ ഞാൻ നടക്കുകയായിരുന്നു. അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലുകളിൽ പോയി. 2020 തമിഴ്നാട്ടിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ സർജറിക്ക് കിടക്കുകയുണ്ടായി. സർജറി കിടന്നപ്പോൾ ശ്വാസം കിട്ടാതെ എനിക്ക് മലർന്ന് കിടക്കാൻ പറ്റത്തില്ല. ശ്വാസം മുട്ടലാണ്. ഹാർട്ടിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ സർജറി നടന്നില്ല, തിരിച്ചു പോരുന്നു. പിന്നെ ഇവിടെ കേരളത്തിൽ തന്നെ മിക്കവാറും വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ പോയി കാണിച്ചു. അങ്ങനെ കുറേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്തു കഴിഞ്ഞാൽ തന്നെ കാഴ്ച കിട്ടത്തില്ല, അങ്ങനെ ബുദ്ധിമുട്ടാണ്, ഗ്യാരണ്ടി ഇല്ലാതൊക്കെ ചെയ്യാം എന്നൊക്കെ അങ്ങനെ കുറേ പറഞ്ഞ് നമ്മൾ ശാരീരികമായി മാനസികമായിട്ട് ഒത്തിരി തളർന്നു പോയി. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഇരുന്ന സമയത്താണ് ഇതേപോലെ ഞങ്ങൾ വല്ലപ്പോഴുമൊക്കെ ഇവിടെ കൃപാസനത്തിൽ വരും. പക്ഷേ അത്ര വിശ്വാസമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുകയൊന്നുമില്ല, എങ്കിൽ തന്നെ ഇവിടെ വരും, നേർച്ചയിടും പോവും. അങ്ങനെയായിരുന്നു. കണ്ണ് കാണാതെ ഉള്ള ബുദ്ധിമുട്ട് ജോലിക്ക് ഭയങ്കര തടസ്സമായി വന്നു. 30 ദിവസത്തിൽ 15 ദിവസം ഇല്ലെങ്കിൽ 14 ദിവസം ഒക്കെ ജോലി, പകൽ മാത്രമേ ജോലി പോകാറുള്ളൂ ബുദ്ധിമുട്ട് കാരണം. അങ്ങനെ ഒരാൾ പറഞ്ഞ് ഇതേപോലെ ഇന്നടത്തൊരു ഡോക്ടറുണ്ട്, പുള്ളി പോയിന്ന് കണ്ടാൽ ചിലപ്പോൾ ശരിയാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതേപോലെ യൂട്യൂബിൽ ഇതേപോലെ കൃപാസനത്തിലെ പ്രാർത്ഥന, ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനകൾ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൃപാസന അമ്മയോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഈ ഡോക്ടറെ കാണാൻ പോവുകയാണ്, അനുകൂലമായ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൃപാസനത്തിൽ വരാം, ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ ഒക്ടോബർ 26-ാം തീയതി ആ ഡോക്ടറെ കണ്ടു. ഡോക്ടർ അന്നേരം എന്തോ മാതാവിൻ്റെ വലിയ അനുഗ്രഹമുള്ളതുപോലെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇന്ന് വരെ ചെയ്യാത്തതുപോലെ പുള്ളി ഞങ്ങളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കിടത്തി. അരമണിക്കൂർ ഓക്സിജൻ തന്ന് കിടത്തി. എന്നിട്ട് പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചുമയും ശ്വാസമുട്ടലുമായി. അങ്ങനെ കുറേ ഡേറ്റുകൾ അവർ മാറി മാറി തന്നു. പക്ഷേ അവർ പറഞ്ഞ ഡേറ്റിനൊന്നും നമുക്ക് ഓപ്പറേഷന് പോകാൻ പറ്റിയില്ല. അങ്ങനെ ശ്വാസമുട്ടലും ഈ ജലദോഷം, പനിയും ഈ ചുമയെല്ലാമായിട്ട് കിടന്നെങ്കിലും ഇവിടുന്ന് ഉടമ്പടി എടുത്ത ഞങ്ങൾ